ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കടയ്ക്കൽ തിരുവാതിര മഹോത്സവം നടക്കുന്ന സ്ഥലത്താണ്. അപ്പം ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് ഇപ്പം കാര്യമെത്തിയതേ ഉള്ളൂ. ഇവിടം തൊട്ടങ്ങോട്ട് കടയ്ക്കൽ എത്തുന്നത് വരെ ഒരു ഉത്സവത്തിന്റെ പ്രതിനിധിയാണ്. എന്ന് വെച്ചാൽ എല്ലാ സ്ഥലവും ഏതാണ്ട് ഒരു 10 കിലോമീറ്റർ ചുറ്റളവിനകത്ത് ഫുൾ ഉത്സവമാണ്. അപ്പൊ നിലമേൽ ജംഗ്ഷൻ കുറച്ചിങ്ങോട്ട് കഴിയുമ്പോൾ തന്നെ നമ്മൾ ആഴാന്തക്കുഴി തൊട്ട് തുടങ്ങും, നമ്മളെ പാരിപ്പള്ളി റൂട്ടിൽ. അപ്പം ആഴാന്തക്കുഴി കഴിഞ്ഞ അടുത്ത് ഇപ്പം കാര്യം, ഇപ്പൊ ഞാൻ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് കാര്യമാണ്. അപ്പൊ ഇവിടത്തെ ഒരു ഫ്ലോട്ട് കാണിച്ചത്, ഇവിടം തൊട്ട് ഫ്ലോട്ടും കെട്ടുകാഴ്ചയും ഇതേ കണക്ക് ഒരുപാട് കരകളുണ്ട് ഈ കടയ്ക്കലിന് ചുറ്റുമുള്ള. അപ്പൊ ആ നാനാകരയിൽ നിന്നും എഴുന്നള്ളത്ത് രാത്രിയോടുകൂടി അമ്പലത്തിൽ എത്തിച്ചേരും. രാത്രി എന്ന് പറയുന്ന നേരം വെളുക്കും, മിക്കവാറും ഒരു വെളുപ്പിന് 2 മണിയോളം ആവും. അപ്പൊ ഇവിടത്തെ ഫ്ലോട്ടുകളൊക്കെ പ്രത്യേകതയുള്ളതാണ്, നല്ല അടിപൊളി പെർഫെക്ഷൻ ഉള്ള കിടിലം ഫ്ലോട്ടുകളാണ്. കാര്യമെന്ന് വെച്ചാൽ ഇവിടെ ഫ്ലോട്ടിനൊക്കെ സമ്മാനമുള്ളതാണ്. ഈ ചലിക്കുന്ന ഫ്ലോട്ടിനൊന്നും സമ്മാനമില്ല, അല്ല സ്റ്റേബിൾ ആയിട്ടിരിക്കുന്ന നമ്മുടെ പഴയ കാലത്ത് ആ ഒരു ഫ്ലോട്ട് ഉണ്ടല്ലോ, അതിനൊക്കെയാണ് ഇവിടെ പ്രൈസ് ഉള്ളത്. അപ്പൊ ഞാൻ ഉദാഹരണത്തിന് കാണിച്ചു തരാം. ഇപ്പൊ നിൽക്കുന്നത് കാര്യമാണ്. അപ്പൊ ഇവിടുത്തെ ഫ്ലോട്ടും കെട്ടുകാഴ്ചയെല്ലാം ഒന്ന് കാണിച്ചു തരാം. കണ്ടില്ലേ, എല്ലാത്തിന്റെ ആ ഒരു പെർഫെക്ഷൻ കണ്ടു, ആ ഒരു മുഖം ആയാലും എല്ലാം കണ്ടോ. ഇതാണ് ഇതിന്റെ ഒരു ലുക്ക്. നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോ കണ്ടില്ലേ, അടിപൊളിയാണ്. കണ്ടില്ലേ, ഇത് നമ്മുടെ വർക്കലയെന്ന് കടയ്ക്കൽ മടത്തറ പോകുന്ന ബസ്സാണ്. എല്ലാം ഫുള്ളാണ്, സ്പെഷ്യൽ റൂട്ട് അടിച്ചുകൊണ്ടിരിക്കുക ഉത്സവം ആയതുകൊണ്ട്. ഈ കാര്യം എന്ന് പറയുന്ന സ്ഥലം തന്നെ നല്ല തിരക്കിലാണ് കേട്ടോ. ഇത് കണ്ടില്ലേ, ഇതുപോലെ ഓരോ ഉത്സവ കമ്മിറ്റി ഓരോ ഏരിയയ്ക്ക് കാണും. ഇതിപ്പം കാര്യം ഉത്സവ കമ്മിറ്റിയാണ്. അപ്പം ഇവിടുത്തെ പ്രോഗ്രാമുകൾ കണ്ടില്ലേ, ഇവിടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. അവിടെയൊക്കെ തിരക്ക് കണ്ടില്ലേ, അവിടെ ശിങ്കാരി മേളവും പാട്ടും ഡാൻസും ഒക്കെ നടന്നുകൊണ്ടിരിക്കുക, ഒരു DJ മോഡല്. ഇവരെ ഡാൻസ് കണ്ടോ, ഇത് നല്ല സൂപ്പർ ഡാൻസ്, കിടിലം ഒരു നല്ല പെർഫോമൻസ്. ഇത് കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടം തോന്നി. ഉണ്ടല്ലേ, ഇവിടെ ഇപ്പം ശിങ്കാരി മേളം ഇവിടെ ഇങ്ങനെ തുടങ്ങാൻ പോവുകയാണ്. ഇപ്പം ഈ കാര്യം ഏരിയ നമ്മൾ ഏതാണ്ട് കണ്ടിട്ടുണ്ട്. ഇപ്പം ഇവിടുത്തെ ഈ കാര്യം ഇത് മാത്രമല്ല, ഇവിടെ നിന്ന് അങ്ങോട്ട് ചെല്ലുമ്പോൾ നമുക്ക് കടയ്ക്കൽ എത്തുന്നത് വരെ ഉത്സവമാണ്. നമുക്ക് അടുത്ത ആറ്റുപുറം എന്ന് പറയുന്ന സ്ഥലത്തോട്ട്, ആറ്റുപുറം കടയ്ക്കൽ എത്തുന്നതിന് മുമ്പായിട്ട് അവിടുത്തെ ആഘോഷം ഒന്ന് കാണാം. ആറ്റുപുറം എന്ന് പറയുമ്പോൾ അവിടെ 2 ഏരിയയില് എഴുന്നള്ളത്ത് ഒരുമിച്ച് ഇപ്പൊ വരും. ഇണ്ടവിളക്കരയെന്നും ആറ്റുപുറം കര, അങ്ങനെ 2 കര. അവിടുത്തെ എഴുന്നള്ളത്ത് ഒത്തുചേരുന്ന ഒരു സമയമായിട്ടുണ്ട്. നമുക്ക് അവിടെ പോയി അതുകൂടെ ഒന്ന് കാണാം. ഇപ്പം നമ്മൾ നിൽക്കുന്നത് കൊച്ചാറ്റുപുറം എന്ന് പറയുന്ന സ്ഥലത്താണ്. കടയ്ക്കൽ തിരുവാതിരയുടെ നമ്മുടെ ഫുൾ വീഡിയോ നിങ്ങളെല്ലാവരും കാണണം. ഇപ്പം ഈ ഒരു കൊച്ചാറ്റുപുറം കൂടി ജസ്റ്റ് ഞാൻ ഒന്ന് കാണിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ, സംഭവം കാണിച്ച് നിങ്ങൾ നോക്കിക്കോണം. ഫുള്ള് ലൈറ്റൊക്കെ ചെയ്ത് അടിപൊളിയാക്കി വെച്ചിരിക്കുകയാണ്, കണ്ടില്ലേ. അപ്പോൾ ഈ ഒരു ക്ഷേത്രം എത്തുന്നതിന് എത്രയോ കിലോമീറ്റർ മുമ്പേ ഇത്രയും ആഘോഷങ്ങൾ ഓരോ സ്ഥലത്തും ഇങ്ങനെ നടക്കുന്നുണ്ടെന്ന് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെയും വണ്ടി നിർത്തി ഈ വീഡിയോ പിടിച്ചത്. കണ്ടില്ലേ, എല്ലാം അടിപൊളി. ഇവിടുത്തെ എഴുന്നള്ളത്തൊക്കെ അങ്ങ് പോയെന്ന് തോന്നുന്നു. നമുക്ക് അങ്ങോട്ട് പോയി അവരെയൊക്കെ ചേസ് ചെയ്ത് പിടിക്കാം. നമ്മള് ആറ്റുപുറം കഴിഞ്ഞ് ഇങ്ങനെ വന്ന് കാര്യം എന്ന് വെച്ചാലേ, ഒരു എഴുന്നള്ളത്തൊക്കെ ക്രോസ് ചെയ്ത് പോയി, അതിനെ ചേസ് ചെയ്ത് പിടിച്ചിരിക്കുക നിങ്ങൾക്ക് കാണാൻ വേണ്ടി. കണ്ടില്ലേ, പാലോണം എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. അതിലൊരു വള്ളിയുണ്ടോ, കയറ്
പറയുന്ന ഒരു വള്ളി കെട്ടി ഇതിനെ തിരിച്ചിട്ടാണ് എഴുന്നള്ളത്ത് വരുന്നത്. സംഭവം ആ ഫ്ലോട്ടിന്റെ ചുറ്റും ഒരു കയറിട്ട് കെട്ടിയിട്ടുണ്ട്. അതിനകത്ത് ആൾക്കാർ കയറാതിരിക്കാൻ വേണ്ടിയിട്ട് അതിന്റെ അകത്തു നിന്നാണ് ഈ ചെണ്ടപ്പൊട്ടും മേളമെല്ലാം നടത്തുന്നത്. പെണ്ണുങ്ങളുടെ ശിങ്കാരി മേളമൊക്കെ ഉണ്ട്, അടിപൊളിയാണ്. ഇവിടുത്തെ ഫ്ലോട്ടിന്റെ വൈഡ് ലുക്ക് ഉണ്ട്, അടിപൊളിയാണ്. ആ പിള്ളേര് കയറും പിടിച്ചോണ്ട് പോകണ്ട, വേറെ ആൾക്കാർ കയറാതിരിക്കാൻ വേണ്ടിയാ. അത് ഈ കടക്കലത്തെ എഴുന്നള്ളത്തിന്റെ ഒരു കീഴ്വഴക്കം അങ്ങനെയാണ്. ഇങ്ങനെ കയറും കെട്ടി സൈഡിൽ ഇങ്ങനെ കൊണ്ടു കിടക്കുക. അത് ഇവിടുത്തെ ഒരു കീഴ്വഴക്കം. പുറത്തുനിന്ന് ആൾക്കാർ കയറി അലമ്പുണ്ടാക്കാൻ വേറെ ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലാതെ കാണാൻ വേണ്ടിയിട്ട്. ഇവിടെ പിള്ളേര് ഡാൻസ്, അതിന്റെ പുറകില് DJ കണ്ടില്ലേ, ഒരു വക കാണാൻ വയ്യ DJ. ഇപ്പം നമ്മൾ നിൽക്കുന്നത് കടക്കൽ ജംഗ്ഷനിലാണ്. കടക്കൽ 4 കൂടിയ ജംഗ്ഷൻ. ഇവിടുന്ന് ലെഫ്റ്റിലോട്ടുള്ള വഴിയാണ് ഇവിടുന്ന് നമ്മൾ ക്ഷേത്രത്തിലോട്ട് പോകുന്നത്. അപ്പം നിങ്ങൾക്ക് എൻ്റെ ബേക്കിലോട്ട് നോക്കിയാൽ കാണാം, ഇവിടെയൊക്കെ എഴുന്നള്ളത്ത് വന്നുകൊണ്ടിരിക്കും. കുറച്ച് കഴിയുമ്പോൾ നല്ല തിരക്കാവും. അതുകൊണ്ടാണ് ഇപ്പോഴും വന്ന് ഷൂട്ട് ചെയ്ത് ഈ ഒരു പ്ലേസ് നിങ്ങൾക്ക് കാണിച്ചു തന്നത്. ഈ ഒരു ഏരിയ ഞാൻ ഒന്ന് കാണിച്ചു തരാം. കടക്കൽ ജംഗ്ഷനാണ്. ഇവിടെയും ഫുള്ള് ലൈറ്റൊക്കെ ഇട്ട് കണ്ടില്ലേ, വലിയ ആർച്ചൊക്കെ ഉണ്ട്, അതൊക്കെ ഇട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ മാത്രമല്ല നമുക്ക് ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റില്ല. ഈ കടയിൽ തൂക്കിയിട്ടിരിക്കുന്നുണ്ടല്ലേ, ഇതാണ് ഇവിടുത്തെ കൊടി, ക്ഷേത്രത്തിലെ കൊടിയാണ്. ഇവിടെ നിന്ന് വണ്ടികളിലൊക്കെ ഇത് കെട്ടി ഇട്ട് കൊണ്ടുപോകും. എന്ന് വെച്ചാൽ ഇതുവഴി ഓടുന്ന ബസ്സുകളിലൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും, ഈ ഒരു കൊടി കാണും. നമുക്ക് അധികം നേരം പറ്റില്ല. കാര്യമെന്ന് വെച്ചാൽ ഇവിടെ ഇങ്ങനെ വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് പോവുകയാണ്. നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയാണ് ജസ്റ്റ് ഇങ്ങോട്ട് വന്നത്. നമ്മളങ്ങനെ തിരിച്ച് ആറ്റുപുറത്തെത്തി വന്നപ്പോൾ ഇവിടുത്തെ എഴുന്നള്ളത്ത് അങ്ങോട്ട് പൊക്കോണ്ടിരിക്കുവാണ്. ഇതിപ്പോൾ ഇണ്ടവിളക്കരക്കാരുടെ ഫ്ലോട്ടും ചെണ്ടക്കൊട്ടും ഒക്കെയാണ് ഈ പോകുന്നത്. ഇണ്ടവിള ഇത് ആറ്റുപുറം ഇണ്ടവിള, ആറ്റുപുറത്ത് നിന്ന് അകത്തോട്ടുള്ള ഒരു ഏരിയയാണ് ഇണ്ടവിള കരക്കാർ എഴുന്നള്ളത്താണ്. ഇതാണ് അവരുടെ ഫ്ലോട്ട്. ഈ കയറും കൊണ്ട് പോകണുണ്ടോ, ഇതിങ്ങനെ വടം കെട്ടി തിരിക്കാനാണ്. ഇപ്പോഴേ ലൈറ്റുള്ള സംഭവം. ഇപ്പം പോയത് ഇണ്ടവിള എന്ന് പറയുന്ന കരയുടെ എഴുന്നള്ളത്താലുള്ള ഒരു ശിങ്കാരി മേളവും ഫ്ലോട്ടും മാത്രമേ ഉള്ളൂ, വേറൊന്നുമില്ല. ഫ്ലോട്ട് നല്ലൊരു ഫ്ലോട്ടാണ്, കണ്ടോ. നീതി കണ്ട, ഇത് അവർക്ക് കഴിക്കാനുള്ള ഫുഡും വെള്ളവും ഒക്കെയാണ്, കണ്ടില്ലേ. അപ്പം നമ്മൾ ആറ്റുപുറത്തെ വീഡിയോ അവിടെ നിന്ന് എടുക്കാൻ നോക്കി. അപ്പം ഓരോ എഴുന്നള്ളത്ത് ഫ്രണ്ടിൽ പോയി ഓരോന്ന് കാണിച്ചു തരാൻ വേണ്ടി ഓരോന്നിനും ഇപ്പോൾ ഓവർടേക്ക് ചെയ്ത് പിടിച്ചാണ് നിങ്ങൾക്ക് കാണിച്ചു തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം കടക്കൽ ഇങ്ങനെയാണ് ഇവിടുത്തെ ഉത്സവം. ഒരെണ്ണം പോയാൽ അടുത്തത് വന്നുകൊണ്ടിരിക്കും. ഇനി അപ്പുറത്തെ കുറച്ച് ഏരിയയുടെ കടയ്ക്ക് പോയാലേ കാണാൻ പറ്റൂ. ഇതിപ്പോൾ ഞാനിപ്പം കടക്കൽ ജംഗ്ഷനിൽ നിന്ന് നിങ്ങൾക്ക് കുറച്ച് കാണിച്ചു തന്നത്. ഇനിയിപ്പോൾ ആറ്റുപുറത്ത് ഒരു എഴുന്നള്ളത്തൂടെ ഉണ്ട്, അതുകൂടെ ഒന്ന് കാണിച്ചു തരാം. ഈ ഒരു ഫ്ലോട്ട് കണ്ടോ, നമ്മൾ നിൽക്കുന്നത് ആറ്റുപുറത്താണ്. ആറ്റുപുറം കരക്കാരുടെ എഴുന്നള്ളതാണ് ഫൈനലി നമ്മളിവിടെ. ഇതിന് ആ സൈഡിൽ കാണുന്നത് ശ്രീശൈലം തിയേറ്ററാണ്. അവിടെ കാണുന്ന ആറ്റുപുറം കരക്കാരുടെ കമ്മിറ്റി ഓഫീസാണ്. അടിപൊളിയല്ലേ. ആ കൊച്ചു
ഇരിക്കുന്നല്ലേ. പയറഞ്ചി മോളുണ്ട്. കണ്ടില്ലേ, ഇതാണ് ആറ്റുപുറം ജംഗ്ഷൻ. ഈ കാണുന്നത് ശ്രീശൈലം തിയേറ്റർ ആണ്. കടയ്ക്കൽ ശ്രീശൈലം തിയേറ്റർ കണ്ടില്ലേ. അപ്പൊ ഏതാണ്ട് ഒരുവിധം കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിച്ചു തന്നെ ഞാൻ ഓട്ടിച്ച് കാണിച്ചു തരും. നിങ്ങൾക്ക് ഇത് ഷൂട്ട് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഇന്ന് ഞാൻ നൈറ്റ് ഇവിടെ കടയ്ക്കൽ വന്നത്. അവിടെ ഇനി വേറൊരു സംഭവം കൂടെ ഉണ്ട്, അതുകൂടെ ഒന്ന് നോക്കാം. വരുന്നു. ഞാൻ വേറൊരു സംഭവം കാണിച്ചുതരാം. റോഡൊക്കെ ഒരുവിധം ബ്ലോക്ക് ആണെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് എല്ലാവരും നല്ല കമ്മിറ്റിക്കാരൊക്കെ അടിപൊളിയായിട്ട് നിന്ന് വണ്ടികളൊക്കെ കടത്തി വിടുന്നുണ്ട്. ഒരു ബ്ലോക്കും ഇവിടെ ഇല്ല. കണ്ടില്ലേ, ബ്ലോക്കൊന്നുമില്ല. സ്മൂത്തായിട്ട് തന്നെ എല്ലാം സെറ്റ് ചെയ്യുന്നുണ്ട് കമ്മിറ്റിക്കാർ. അപ്പോഴത്തേക്ക് അടുത്ത എഴുന്നള്ളത്ത് വന്നു. ഇത് പുല്ലുകട കരയുടെ പുല്ലുകട. കമ്മിറ്റിക്കാരായിട്ട് കുറച്ച് സീനിയർ ആയിട്ടുള്ള ആൾക്കാരാണ്. കതിരി കതിരി കടയ്ക്കൽ തിരുവാതിരയുടെ ഈ ഒരു വീഡിയോ ഇവിടെ കൊണ്ടൊന്നും തീരുന്നില്ല. ഇത് ജസ്റ്റ് ഒരു തുടക്കം മാത്രമാണ്. ഇനി ഒരുപാട് വീഡിയോ ഇനി വരുന്നതായിരിക്കും. ഏതായാലും ഈ ഒരു വീഡിയോ ഇവിടെ കൊണ്ട് ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. എപ്പിസോഡ് 1. ഇനി ഒരുപാട് വീഡിയോ വരും. എല്ലാവരും കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇറ്റ്സ് മീ സുഹേഷ് സുമാരൻ സൈനിങ് ഓഫ്. Thank you.